ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ candsvlog. ഇന്ന് നമുക്കൊരു അടിപൊളി ഫ്ലോറൽ ക്ലയാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ വുഡൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. നമുക്ക് കാണാനായിട്ടും പിന്നെ അത് വെക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറും പിന്നെ കുറച്ച് ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ബ്ലൂ കളറാണ് എടുക്കുന്നത്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മാർക്കർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു പിക്ചർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പിക്ചറാണ് കേട്ടോ. രണ്ടൊന്ന് ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ലീവ്സൊക്കെയാണ് വരച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലേ ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫെവിക്രൈലിൻ്റെ മോൾഡഡ് ക്ലേ ആണ് എടുക്കുന്നത്. കുറച്ച് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും സ്റ്റെമ്മൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റെം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 പീസൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ആ ഒരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടില്ലേ അതുമേലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു രീതിയിലും കിട്ടും. ഇപ്പോൾ അങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ചെയ്യണേ. ഇത് തന്നെ നമ്മൾ കുറച്ചുകൂടി തിക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3D ഫ്ലോറൽ ആർട്ടായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്ലവേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്ലേ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അതിൻ്റെ പെറ്റൽസ് ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രീതിയിൽ കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മുടെ ലീവ്സ് സെറ്റാക്കി കൊടുക്കാനായിട്ടും ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും സിമ്പിളായിട്ട് ഈ ഒരു ആർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെറ്റൽസൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫെവിക്കോളിൻ്റെ അടപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പേനയുടെ റീഫിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്നുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ഒന്ന് അടിപൊളിയാക്കി എടുക്കുക. പിന്നെ ലീവ്സ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കെയിലോ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ വെയിൻസ് കാണുമല്ലോ, ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒട്ടിച്ച് കൊടുത്തേക്കുന്ന ക്ലേ ഒക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളതിന് മുകളിലായിട്ട് വേറൊരു കളർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പേര് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഫീഫ, അരുന്ധതി, അഭിനയ, ഋഷിക, നജി, ജോയൽ, ആൻ്റണി. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അങ്ങനെ ആ ഒരു ബേസ് കോട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഫ്ലവേഴ്സിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. പിന്നെ 4 ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പെറ്റൽസിനൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻറ്ററിലായിട്ട് ഞാൻ റെഡ് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പേനയുടെ റീഫിൽ വെച്ചിട്ട് കുറച്ച് കുത്തി കൊടുത്തില്ലായിരുന്നോ, അവിടെ ആയിട്ട് യെല്ലോ കളർ അക്രിലിക് പെയിൻ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ സ്റ്റെമ്മിനും ലീവ്സിനും ഒക്കെ നമുക്ക് ഗ്രീൻ കളർ പെയിൻറ്റ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം.
പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിലുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.